Welcome back to the second part of human resource management. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് പാർട്ടായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്, അതിൻ്റെ നേച്ചർ, ഡെഫിനിഷൻസ്, വാട്ട് ഈസ് HRM, ഇതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് ഇവിടെ ഒബ്ജക്റ്റീവ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോവുക. അതിനു മുമ്പ് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ് HRMന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഫസ്റ്റ്, അറ്റൈൻ ഓർഗനൈസേഷണൽ ഗോൾസ്. അതായത് സിംപ്ലി ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവിടെ ഓരോ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഫങ്ഷൻസ് എന്ത് ചെയ്യൂ, നടന്നു പോകും. HRM helps organization reach their goals by managing people effectively. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഇവിടെ നോക്കുക. ഡ്യൂറിങ് COVID-19 HRM helped the government by managing healthcare staff and ensuring medical support was available where needed. അതായത് COVID-19 ഒക്കെ വരുന്ന ടൈമിൽ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. COVID-19 വന്ന സമയങ്ങളിൽ എന്ത് ചെയ്തു, ഗവൺമെന്റ് മെഡിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്റ്റാഫുകളെയും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റാക്കി. എന്താവശ്യമുണ്ടോ, എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാഫ്സിനെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഗവൺമെന്റ് ഒരു ഓർഗനൈസേഷൻ പോലെയല്ലേ ആക്ട് ചെയ്തത്. സ്റ്റാഫ്സിനെ അറേഞ്ച് ചെയ്യുക മീൻസ് നമ്മുടെ എന്താ, സ്റ്റാഫ്സ് പീപ്പിൾ ഫോക്കസ് മീൻസ് എന്താ, HR കൺസെപ്റ്റ് അല്ലേ. അവിടെ എന്ത് ചെയ്തു, ഒരു HRM വർക്ക്ഔട്ട് ആയില്ലേ. That means during COVID-19 HRM helped the government by managing healthcare staff and ensuring medical support was available where needed. Next point, effective use of workforce. HRM ensures the right person is placed in the right job. അതായത് ഒരു ജോബ് പെർഫോം ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയി ആണോ നമ്മൾ ഹയർ ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. അതും നമ്മുടെ HRMന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഇറ്റ് അവോയ്ഡ്സ് വേസ്റ്റേജ് ഓഫ് സ്കിൽസ് ആൻഡ് റിസോഴ്സസ് ബൈ പ്രോപ്പർലി യൂട്ടിലൈസിങ് ദ ടാലന്റ് അവൈലബിൾ. സിംപ്ലി മീൻസ് റൈറ്റ് ജോബ് പെർഫോം ചെയ്യാൻ, ഇന്ന ജോബ് റോളിൽ ആ ജോബ് പെർഫോം ചെയ്യാൻ കഴിവുള്ള ആളെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഹയർ ചെയ്തത് എന്ന് എൻഷുർ ചെയ്യുക. ആൻഡ് ഫോക്കസസ് ഓൺ ഇംപ്രൂവിങ് എഫിഷ്യൻസി ആൻഡ് മിനിമൈസിങ് ജോബ് മിസ്മാച്ച്. ഇപ്പോൾ ഞാനൊരു മാർക്കറ്റിംഗ് മാനേജർ പോസ്റ്റിലേക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാളെ ഹയർ ചെയ്യുവാണെങ്കിൽ അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആണ് അല്ലേ, വേസ്റ്റ് ഓഫ് സ്കിൽസ് ആണ്. അതായത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ജോബ് മിസ്മാച്ചസ് ഒന്നും വരാതെ റൈറ്റ് ജോബിൽ ജോബിന് ആ ഒരു ജോബ് പെർഫോം ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഹയർ ചെയ്യുക. അത് ഒരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് എന്താ, അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ടാലന്റ്. HRM identifies the best talents from both inside and outside the organization. ഒരു ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ആളുടെ എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യുക. HRM ഐഡന്റിഫൈസ് ദ ബെസ്റ്റ് ടാലൻസ് അവിടെ മീൻ ചെയ്യുന്നത് എംപ്ലോയീസിനെയാണ്. ഫ്രം ബോത്ത് ഇൻസൈഡ് നമ്മുടെ ഓർഗനൈസേഷൻ അകത്ത് നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നും. ഇറ്റ് യൂസസ് ഗുഡ് ഹയറിംഗ് പ്രാക്ടീസസ് and provides growth opportunities to retain skilled employees. Examples, sports team like IPL franchises carefully select and retain key players for long-term success. സിംപ്ലി നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യും, അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ തന്നെ നിലനിർത്താൻ നോക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹയറിംഗ് നടത്തിക്കൊണ്ട് വളരെ സ്കിൽഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക. അതും നമ്മുടെ HRMന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദാറ്റ് അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ടാലൻസ്. നെക്സ്റ്റ്, ജോബ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ. ഡിസ്സാറ്റിസ്ഫൈഡ് എംപ്ലോയീസ് ലീഡ് ടു പുവർ പെർഫോമൻസ് ആൻഡ് ഡിസ്ട്രക്ഷൻസ്. അതായത് നമ്മളൊരു ജോബിൽ എൻട്രി ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു, അവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സാലറി ഒന്നുമില്ല, നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മൾ അവിടെ നന്നായി പെർഫോം ചെയ്യാനൊന്നും പോകുന്നില്ല അല്ലേ. അപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷൻ
മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള പെർഫോമൻസ് എന്ത് ചെയ്യില്ല, കൊണ്ടുവന്നു വരില്ല. Then HRM works to maintain a positive environment by solving employee issues and improving working condition. അപ്പോൾ HRMന്റെ ഒബ്ജക്റ്റീവ് എന്താ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ എന്താണ് എംപ്ലോയി ഡിസ്സാറ്റിസ്ഫാക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്ന റീസൺസ് എന്തൊക്കെയാണ്, ഇതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് സോൾവ് ചെയ്ത് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ കൊണ്ടുവന്ന് നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. Then സോ ഹെൽപ്സ് എൻഷുർ സ്മൂത്ത് ഓർഗനൈസേഷണൽ ഫങ്ഷൻ. എന്നാൽ മാത്രമേ ഓർഗനൈസേഷന്റെ ഫങ്ഷൻസ് എന്ത് ചെയ്യൂ, വളരെ സ്മൂത്ത് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ഓരോ കാര്യങ്ങളും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ ഞാൻ ഡെയിലി ഒരു ജോലിക്ക് പോകുന്നു, എനിക്ക് ആ ജോലി ചെയ്യാൻ ഇഷ്ടമല്ല എങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യില്ല, എൻ്റെ ബെസ്റ്റ് ഞാൻ അവിടെ കൊടുക്കില്ല. സോ അതുകൊണ്ട് കമ്പനിക്കാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് നല്ല പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരിക, അതും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് എന്താ, മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. മോട്ടിവേഷൻ, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. എംപ്ലോയീസിനെ പല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തൂടെ. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യും, റിവാർഡ്സ്, റെക്കഗ്നിഷൻ, ബെസ്റ്റ് എംപ്ലോയർ ഓഫ് ദ മന്ത് അല്ലെ, ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഇയർ, ഇങ്ങനെയുള്ള അവാർഡ്സ് കൊടുക്കും, അവർക്ക് ബോണസ് കൊടുക്കും, ഇൻസെൻറ്റീവ്സ് കൊടുക്കും അല്ലെ. നമ്മൾ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എന്താ പറയാ, ലൈക്ക് നമ്മുടെ കോളേജിൽ നിന്ന് ആയിക്കോട്ടെ പ്രൈസ് കിട്ടുക അല്ലെ, അവാർഡ് കിട്ടുക, അപ്പം നമുക്കൊരു മോട്ടിവേഷൻ വരും അല്ലെ. അപ്പം ലൈക്ക് ദാറ്റ് എംപ്ലോയീസിന് ഒരു സ്ഥലത്ത് അവർ ഓർഗനൈസേഷനിൽ അവർ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവർ ചെയ്യുന്ന വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. സോ മോട്ടിവേറ്റഡ് എംപ്ലോയീസ് നീഡ് ലെസ് സൂപ്പർവിഷൻ ആൻഡ് പെർഫോം ബെറ്റർ. സോ HRM എൻഷുവേഴ്സ്, അതായത് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവർ വളരെ നന്നായി ബെറ്ററായി പെർഫോം ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഒരുപാടങ്ങ് നമ്മൾ സൂപ്പർവൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർ മോട്ടിവേറ്റഡ് ആണെങ്കിൽ എനിക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അതിന് വേറൊരാളുടെ എന്ത് വേണ്ട നീ അങ്ങനെ ചെയ്യും എന്നുള്ള ഒരു മോട്ടിവേഷൻ വേണ്ട അല്ലെ. സോ HRM എൻഷുവേഴ്സ് എംപ്ലോയീസ് സ്റ്റേ മോട്ടിവേറ്റഡ് ത്രൂ റിവാർഡ്സ്, റെക്കഗ്നിഷൻ, സപ്പോർട്ട് ആൻഡ് ക്ലിയർ കരിയർ പാത്സ്. അതായത് അവർ HRM എന്ത് ചെയ്യുന്നു, എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും, എന്നാലേ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടക്കുള്ളൂ. അതുകൊണ്ട് അവർ ചെയ്യുന്ന വർക്കിനെ നമ്മൾ എന്ത് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും. എന്തിലൂടെയാ, റിവാർഡ് കൊടുക്കും, അവരെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, ബോണസ് കൊടുക്കും, ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കും. സോ ദിസ് റിസൾട്ട് ഇൻ ഹയർ കമ്മിറ്റ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഓർഗനൈസേഷൻ തരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ഓർഗനൈസേഷനോട് വളരെ ലോയൽ ആയിട്ടുള്ളൊരു എംപ്ലോയി ആയിരിക്കും, നമുക്ക് അവരോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. നെക്സ്റ്റ്, എംപ്ലോയി ലോയാലിറ്റി. HRM promotes commitment and honesty among employees. Loyalty is improved by involving employees in decision making and offering benefits like fair pay, bonus and growth opportunities. അതായത് HRM എങ്ങനെയാണ് എംപ്ലോയീസിൽ ലോയാലിറ്റി കൊണ്ടുവരിക, അതായത് അവരുടെ പെർഫോമൻസിനെ നമ്മൾ റിവാർഡ് ചെയ്യുന്നു, അവരെ ഓരോ കാര്യങ്ങളിൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡംസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ലീവ് കാര്യങ്ങൾ കൊടുക്കുക, ബോണസ് കൊടുക്കുക, അവർക്ക് ട്രെയിനിങ്, അവരുടെ സെൽഫ് ഗ്രോത്തിനുള്ള, പേഴ്സണൽ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, അവർ നമ്മളോട് കമ്മിറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ്, പ്രൊമോഷൻ ഓഫ് ടീം വർക്ക്. സോ HRM എങ്ങനെയാ ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യുക? ഓക്കെ, HRM encourage team spirits and collaboration over individual brilliance, promotes unity, responsibility and common interest to reduce disputes and increase productivity. അതായത് HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മെയിൻ എയിം ഈസ് ടു എന്താ, അവിടുത്തെ പീപ്പിളിനെ മാനേജ് ചെയ്യുക. അപ്പോൾ അവരിലൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നല്ലൊരു ടീം വർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് മീൻസ് പ്രൊമോഷൻ ഓഫ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ ഓവർ ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. അപ്പോൾ ഒരു യൂണിറ്റി കൊണ്ടുവരാൻ പറ്റും, ഒരു റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരാൻ പറ്റുക, അവിടെ ഡിസ്പ്യൂട്ട്സ്, ഇഷ്യൂസ് അറൈസ് ചെയ്യാതെ ഡിസ്പ്യൂട്ട്സ്, പ്രശ്നങ്ങൾ ഒഴിവാക്കുക, പ്രൊഡക്ടിവിറ്റി, എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അതായത് നല്ലൊരു എംപ്ലോയി റിലേഷൻഷിപ്പ് കൊണ്ടുവന്നാൽ ഈ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യും, സോൾവ് ആവും. കമ്മ്യൂണിക്കേഷൻ ഓഫ് പോളിസീസ്. നെക്സ്റ്റ്, HRM ensures that
ഓർഗനൈസേഷണൽ പോളിസീസ് ആർ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ് ടു ഓൾ എംപ്ലോയീസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ കുറേയധികം പോളിസീസ് ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ ഇന്ന ഓർഗനൈസേഷനിലുള്ള ലീവ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ്, കുറേ പോളിസീസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് എംപ്ലോയീസായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആണോ എന്ന് എൻഷുർ ചെയ്യുന്നത് നമ്മുടെ HRMന്റെ ഒരു മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ പ്രിവെൻസ്. ഇപ്പം ഞാനൊരു ജോബിന് കയറി, ഇന്ന ആ കമ്പനിയെ കുറിച്ചുള്ള അവിടെയുള്ള കുറേ അധികം ഇന്ന കമ്പനിയിൽ ഇന്ന ഡ്രസ് കോഡ് അലോട്ട് ചെയ്യൂ, ഇതൊന്നും ഇടാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ ലീവ് മന്ത്ലി ഇത്ര ലീവ് എടുക്കാൻ പാടുള്ളൂ, കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ? ഇതൊക്കെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ കൺഫ്യൂഷൻസും ഈ മിസ് അലൈൻമെന്റ് ആൻഡ് മിസ്റ്റേക്സ് ഡ്യൂറിങ് ഇംപ്ലിമെന്റേഷൻ, മിസ്റ്റേക്സ് സംഭവിക്കാതിരിക്കാനും കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുക? പോളിസീസ്, ഓർഗനൈസേഷനിലുള്ള പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുക. ആൻഡ് നെക്സ്റ്റ് എത്തിക്കൽ ലേബർ പോളിസീസ്. അതായത് HRM upholds ethics by promoting fair treatment, better working conditions and compliance with the labor laws, ensures collective decision making and boosts employee morale. That means നമ്മുടെ ഈ ലേബർ ലോസ് ഒക്കെ ഫോളോ ചെയ്യുക, എല്ലാ എംപ്ലോയീസിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് എത്തിക്കൽ ലേബർ പോളിസീസ്. ലേബേഴ്സിനെ, എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടുകൾ. ആൻഡ് ദെൻ ലാസ്റ്റ് എന്താ? മാനേജിങ് ചേഞ്ച്. ചേഞ്ച് ഈസ് കോൺസ്റ്റന്റ് ഇൻ ഓർഗനൈസേഷൻ ബട്ട് പീപ്പിൾ റെസിസ്റ്റ് ഇറ്റ്. ഒരു ചേഞ്ച് മീൻസ് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പുതിയ ബ്രാഞ്ച് വരിക, ഒരു ബ്രാഞ്ച് ഷട്ട് ഡൗൺ ചെയ്യുന്നു, ഇതൊക്കെ ഒരു ചേഞ്ച് അല്ലേ? അപ്പോൾ ചേഞ്ചസ് വരുമ്പോൾ മാനേജ്മെന്റ് മാറുന്നു, അവരുടെ മാനേജർ മാറുന്നു, ടീം ലീഡർ മാറുന്നു, ഇതെല്ലാം ഓരോ ചേഞ്ചസാണ്. ഒരു പുതിയ ചേഞ്ച് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഏതൊരു കാര്യത്തിലായാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ചേഞ്ച് ഈസ് കോൺസ്റ്റന്റ്. ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യമാണ്. ചേഞ്ചസ് ഉണ്ടാവും, ബട്ട് എന്ത് ചെയ്യുക? അവിടുത്തെ എംപ്ലോയീസ് മേ ബി എന്ത് ചെയ്യും? ചേഞ്ചിനോട് അഡ്ജസ്റ്റ് ആവാൻ ടാസ്ക് ആയിരിക്കും അവരത് റെസിസ്റ്റ് ചെയ്യുക. സോ അങ്ങനെയുള്ള കേസുകളിൽ വിത്ത് ഒരു പ്രോപ്പർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ എല്ലാ ചേഞ്ചസും വളരെ സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ട്രാൻസിഷൻ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും. HRM's role is to manage transition smoothly by educating and preparing employees for change, thus reducing resistance. Importance or significance of human resource management. First point, providing manpower. Every organization needs the right people to carry out its operations successfully. ഓരോ ഓർഗനൈസേഷനും അവരുടെ ബിസിനസ് ഫങ്ഷൻസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ അവിടെ റൈറ്റ് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻഫോസിസ് പോലുള്ള മൾട്ടിനാഷണൽ കമ്പനീസ് വളരെ ഫ്യൂ എംപ്ലോയീസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇന്ന് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് IT ഫേമുകളിൽ ഒന്നാണ് ഇൻഫോസിസ് എന്ന് പറയുക. സോ ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് സക്സസ് ഈസ് having the right manpower, skilled professionals who can do tasks efficiently and on time. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താ? അവർ റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഓരോ ടാസ്കും പെർഫോം ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്തു. എന്നാൽ മാത്രമേ ആ ഓരോ ടാസ്കും കറക്റ്റ് ടൈമിൽ എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യൂ? റൺ ചെയ്യുള്ളൂ. സോ HRM ensures that the company gets workers who have the right skills in the right numbers and at the right time. അപ്പോൾ HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താ ചെയ്യുക? ഓരോ കമ്പനിയിലും അവർക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ്, ഓരോ ടാസ്കും ഓരോ ജോബ് റോളും പെർഫോം ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് വിത്ത് ദ റൈറ്റ് സ്കിൽ ഇൻ ദ റൈറ്റ് നമ്പേഴ്സ്, കറക്റ്റ് നമ്പർ ഓഫ് സ്റ്റാഫിന് കറക്റ്റ് ടൈമിൽ അവൈലബിൾ ആയിരിക്കാം. സോ നെക്സ്റ്റ് പോയിന്റ്, നാഷണൽ വെൽത്ത്. HRM contributes to the economic development of the country. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഒരു കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക? സോ കമ്പനീസ് ലൈക്ക് TCS, ഇൻഫോസിസ് ആൻഡ് വിപ്രോ ഇംപ്രൂവ് ദ കൺട്രീസ് എക്കണോമി ബൈ ഹയറിംഗ് ടാലൻറ്റഡ് പ്രൊഫഷണൽസ് ഹു കോൺട്രിബ്യൂട്ട് ടു ബിസിനസ് സക്സസ് ആൻഡ് ഓവറോൾ നാഷണൽ ഗ്രോത്ത്. അപ്പോൾ TCS, ഇൻഫോസിസ്, വിപ്രോ പോലുള്ള മൾട്ടിനാഷണൽ കമ്പനീസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതിലൂടെ ബിസിനസ്സിൽ ഗ്രോത്ത് കൊണ്ടുവരുകയും അതുപോലെ നമ്മുടെ ഓവറോൾ നാഷൻ്റെ
ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് പ്രൊഡക്ഷൻ കൂടും. കമ്പനിക്ക് പ്രൊഡക്ഷൻ കൂടുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? സക്സസ് ആവും. അപ്പോൾ കമ്പനി സക്സസ് ആവുന്നു, മോർ പ്രൊഡക്ഷൻ വരുന്നു. അപ്പോൾ നമ്മുടെ കൺട്രിയുടെ നാഷണൽ ഇൻകവും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ HRM ഡസ് നോട്ട് ജസ്റ്റ് ബെനിഫിറ്റ് വൺ കമ്പനി. ഒരു കമ്പനിക്ക് മാത്രം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു HRM ഒരു കമ്പനിയെ മാത്രമല്ല ബെനിഫിറ്റ് ചെയ്യുക, പകരം എന്ത് ചെയ്യുന്നു? ഒരു നേഷനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് ദ ഓവറോൾ വെൽത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. Next point, entrepreneurship. A great example is Oprah Winfrey, a global talk show host, media owner and entrepreneur. സോ നമുക്കിതൊരു എക്സാമ്പിളിലൂടെ ഡിസ്കസ് ചെയ്യാം. ഒഫ്ര വിൻഫ്രി വളരെ ഫേമസ് ആയ ഒരു ടോക്ക് ഷോ ഹോസ്റ്റും റൈറ്ററും അതുപോലെ തന്നെ ഒരു ബിസിനസ് വുമനുമാണ്. വളരെ ലോ ഇൻകം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സ്വന്തം കഴിവ് കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും സക്സസ് ആയ വ്യക്തികളിൽ ഒരാളാണ് ഒഫ്ര വിൻഫ്രി. ഷീ കെയിം ഫ്രം എ പുവർ ബാക്ക്ഗ്രൗണ്ട് ബട്ട് ബിക്കെയിം one of the richest African American women by following her passion. She started as a co-anchor in a radio station and her experience there helped her discover her talent in hosting talk shows. ഒരു ആങ്കറായി റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്തുകൊണ്ട് തുടങ്ങിയ ഒഫ്ര തൻ്റെ കഴിവുകളെ വർക്ക് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം പാഷനെ എന്ത് ചെയ്തു? ഫോളോ ചെയ്തു. പിന്നീട് വളരെ ഫേമസ് ആയ ദ ഒഫ്ര വിൻഫ്രി ഷോ ലോഞ്ച് ചെയ്യും. ആൻഡ് ദെൻ ലേറ്റർ സ്വന്തം കമ്പനിയായ ഹാർപ്പോ പ്രൊഡക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ ഷീ ബിക്കെയിം വൺ ഓഫ് ദ റിച്ചസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ വുമൻ. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? HRM അതുപോലെ തന്നെ എംപ്ലോയീസിനെ, ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരെ പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി എന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ HRM പ്ലേസ് എ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഓൺട്രപ്രണർഷിപ്പ്. നെക്സ്റ്റ് പോയിന്റ്, ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. സോ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ഇൻട്രൊഡ്യൂസ്ഡ് സ്മാർട്ട് ഫോം ടെക്നോളജി ഇൻ റിൻ പ്രോഡക്ട്സ് ടു സേവ് വാട്ടർ, ടൈം ആൻഡ് എഫേർട്ട്. സോ അത് നോക്കുക, 2017 ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് അവരുടെ ഡിറ്റർജൻറ്റ് പൗഡേഴ്സ് ലൈക്ക് റിൻ ബാർസും എന്ത് ചെയ്തിട്ടുണ്ട്? സ്മാർട്ട് ഫോം ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഈ ക്ലോത്ത്സ് വാഷ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈംസ് റിൻസ് ചെയ്ത് സോപ്പ് വാട്ടർ, അതായത് സോപ്പ് ബബിൾസ് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ദാറ്റ് മീൻസ് വളരെ കുറച്ച് വാട്ടർ മാത്രം മതിയാവും. ആൻഡ് ഇറ്റ് ക്യാൻ സേവ് വാട്ടർ, ടൈം ആൻഡ് എഫേർട്ട്. സോ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് വൺ ഓഫ് ദ വെരി ഇന്നവേറ്റീവ് കമ്പനികളിൽ ഒന്നാണ്. ഓക്കെ, ആൻഡ് അവരുടെ എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യും. അതായത് ഇന്നവേറ്റീവ് ഐഡിയാസ് ഷെയർ ചെയ്യുന്ന എംപ്ലോയീസിനെ അവർ എൻകറേജ് ചെയ്യും. പുതിയ പുതിയ ഇന്നവേഷൻസ് കൊണ്ടുവരും, അവരെ റിവാർഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും HRMൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? HRM മീൻസ് എന്ത് ചെയ്യുക? ഒരു എംപ്ലോയെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, ഇന്നവേഷൻസ് കൊണ്ടുവരിക ബൈ ഓഫറിങ് ദം ഇൻസെൻറ്റീവ്സ്, റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ ടു എംപ്ലോയി who think differently. നെക്സ്റ്റ് പോയിന്റ്, ഓർഗനൈസേഷണൽ സക്സസ്. സോ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ ഫ്രം ക്രിക്കറ്റ്. പ്ലെയേഴ്സ് പെർഫോം റിസ്കി ഫീൽഡിംഗ് ടു ഹെൽപ്പ് ദ ടീം വിൻ, ഷോയിങ് ടീം അലൈൻമെൻറ്റ് ആൻഡ് ഡെഡിക്കേഷൻ. അല്ലേ, ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ടീമിൽ ആ ഒരു ടീം വിൻ ചെയ്യണമെങ്കിൽ എല്ലാവരും ഒരുപോലെ അവരുടെ സ്കിൽസ് എന്ത് ചെയ്യണം? കോൺട്രിബ്യൂട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ടീമിന് എന്ത് ചെയ്യാൻ പറ്റൂ? വിൻ ചെയ്യാൻ പറ്റൂ. ആ 11 ഓരോ ടീമിലെയും 11 പ്ലെയേഴ്സും ഒരുപോലെ അവരവരുടെ സ്കിൽസ് എന്ത് ചെയ്യണം? കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസും അവരവരുടെ ടാസ്ക് കൃത്യമായി പെർഫോം ചെയ്താൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റൂ? അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റൂ. HRM ensures employee goals match the organization's goals by hiring the right people and training them. റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റൂ. ദിസ് അലൈൻമെൻറ്റ് ലീഡ്സ് ടു ദ സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ ബൈ അച്ചീവിങ് സെറ്റ് ഒബ്ജക്റ്റീവ്സ് എഫക്റ്റീവ്ലി. ഒരു ഓർഗനൈസേഷൻ്റെ
ഗോൾസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സക്സസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എംപ്ലോയി ഗോൾസും ഓർഗനൈസേഷണൽ ഗോൾസും തമ്മിൽ അലൈൻഡ് ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. HRM ഇംപ്രൂവ്സ് എംപ്ലോയീസ് ലൈഫ്സ് ബൈ offering not just salaries but also benefits like food, transport, medical care and recreation. അതായത് HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നാൽ എംപ്ലോയീസിന് ജസ്റ്റ് സാലറീസ് കൊടുക്കുക മാത്രമല്ല, പകരം അവർക്ക് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഫുഡ്, ട്രാൻസ്പോർട്ട്, മെഡിക്കൽ കെയർ, റിക്രിയേഷൻ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് കൂടി പ്രൊവൈഡ് ചെയ്യുക. എന്നാൽ മാത്രമേ ആ എംപ്ലോയീസ് കമ്പനിയുമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കുള്ളൂ. ദീസ് എഫേർട്സ് ഇൻക്രീസ് വർക്കേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോയാലിറ്റി. അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അതുപോലെ കമ്പനിയോട് ലോയാലിറ്റി കീപ്പ് ചെയ്യുകയും ചെയ്യും. This contributes to a better standard of living and stronger commitment to the organization. ഇതിലൂടെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഓർഗനൈസേഷനോട് എംപ്ലോയീസ് കമ്മിറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, അവോയ്ഡിങ് വേസ്റ്റേജ് ആൻഡ് generating employment opportunities. So in the past, organization didn't monitor individual performance carefully. Now HRM ensures each employee is accountable and their performance is tracked. അതായത് മുൻപ് ഓരോ എംപ്ലോയീസിൻ്റെയും ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്ത് ചെയ്തിരുന്നില്ല? ട്രാക്ക് ചെയ്തിരുന്നില്ല. ബട്ട് നൗ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ എംപ്ലോയീസിൻ്റെയും ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമ്മൾ മോണിറ്റർ ചെയ്യും, അതിലൂടെ അവരെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലേ. സോ ദിസ് ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് ക്രിയേറ്റ്സ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് based on real needs. HRM makes sure every employee is used properly and helps create new jobs where needed. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട്, അതായത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. അതുപോലെ പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. ഇന്ന ജോബ് പെർഫോം ചെയ്യാൻ നമുക്ക് പുതിയ എംപ്ലോയീസിൻ്റെ ആവശ്യമുണ്ടോ? എന്നാൽ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സോ നെക്സ്റ്റ് പാർട്ടുമായി ഇതിൻ്റെ ബാലൻസ് പോർഷനുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.